രാഷ്ട്രീയം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഭരണ തുടർച്ചയെന്ന വലിയ ലക്ഷ്യവുമായി ഇടതുപക്ഷം കളം നിറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ തിരുത്തലുകളും പുതിയ സ്ഥാനാർത്ഥി നിർണയങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കൈക്കൊള്ളുന്ന പുതിയ തന്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ CPM ഒരുങ്ങുന്നത് വലിയ പരീക്ഷണങ്ങളുമായാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ കൃത്യമായി വിലയിരുത്തി വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയത്തിലാണ് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് പാർട്ടി തുടക്കമിടുന്നത്. വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ തവണ കർശനമായി നടപ്പിലാക്കിയ 2 ടേം നിബന്ധനയിൽ ഇത്തവണ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായേക്കാം എന്നാണ് അറിയുന്നത്. വിജയം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ജനസമ്മതിയുള്ള മുതിർന്ന നേതാക്കളെ തന്നെ വീണ്ടും മത്സരരംഗത്തിറക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഉറപ്പില്ലാത്ത ഇടങ്ങളിൽ പുതിയ പരീക്ഷണങ്ങൾ വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് നേതൃത്വം. സംഘടനാപരമായ പോരായ്മകൾ പരിഹരിക്കാൻ താഴെത്തട്ടിൽ ഗൃഹസന്ദർശന പരിപാടികൾക്ക് പാർട്ടി രൂപം നൽകിയിട്ടുണ്ട്. ജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാനും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കാനും പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി. വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവം ഇനി അനുവദിക്കില്ലെന്നും ബ്രാഞ്ചിൽ ലോക്കൽ കമ്മിറ്റികൾ കൂടുതൽ സജീവമാകണമെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. എതിരാളികളുടെ കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ഓരോ ബൂത്തിലും പ്രത്യേക കർമ്മ പദ്ധതികളും CPM ഒരുക്കുന്നുണ്ട്. തുടർ ഭരണത്തിന്റെ തിളക്കം നിലനിർത്താൻ CPM ഒരുക്കുന്ന ഈ തന്ത്രങ്ങൾ വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.